വൈറ്റമിൻ സി ഇൻടേക്കിനെ പറ്റിയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ടെക്സ്റ്റ് സിയില് സിംറ്റംസും ട്രീറ്റ്മെന്റ്സും എക്സാമിനേഷനും ആണ് തന്നേക്കുന്നത്. ഈ താഴെ പറയുന്ന കണ്ടീഷൻസ് വൈറ്റമിൻ സിയുടെ റിക്വയർമെന്റ്സ് ബോഡിയിൽ ഇൻക്രീസ് ആക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 14 to 18 years പറയുന്നുണ്ട് 75. അത് ആർക്കാണ്? സ്മോക്കറിനാണ്. നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് കുമ്മണം എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇന്ന് റീഡിങ്ങില് പാർട്ട് എയില് വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ആണ് ടോപ്പിക് വന്നേക്കുന്നത്. നോക്കാം. ടെക്സ്റ്റ് എയില് വൈറ്റമിൻ സി ഡെഫിഷ്യൻസി എന്താണ് സ്കർവിയെ പറ്റിയൊക്കെ ഡിസീസിനെ പറ്റിയും അതുപോലെ തന്നെ കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട്. ബിയില് വൈറ്റമിൻ സി ഇൻടേക്കിനെ പറ്റിയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ടെക്സ്റ്റ് സിയില് സിംറ്റംസും ട്രീറ്റ്മെന്റ്സും എക്സാമിനേഷനും ആണ് തന്നേക്കുന്നത്. ഡിയില് വൈറ്റമിൻ സി എക്സസ് ആൻഡ് ടോക്സിറ്റിയെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടൈപ്സ് ഓഫ് പീപ്പിൾ യൂഷ്വലി അഫക്റ്റഡ് ബൈ സ്കർവി. ഏത് പീപ്പിൾ ആണ് യൂഷ്വലി അഫക്റ്റീവ് എന്ന് പറയുന്നത്? ടെക്സ്റ്റ് എയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക്. ടെക്സ്റ്റ് എയില് ആ ഒരു തേർഡ് പാരഗ്രാഫ് പോലെ പറയുന്നുണ്ട്. ദ ഫോളോയിങ് കണ്ടീഷൻസ് ക്യാൻ സിഗ്നിഫിക്കന്റ്ലി ഇൻക്രീസ് ദ ബോഡി റിക്വയർമെന്റ്സ് ഓഫ് വൈറ്റമിൻ സി and risk of vitamin C deficiency: pregnancy, breastfeeding, disorders that cause a high fever or inflammation, diarrhea that lasts a long time, surgery, burn, smoking, which increases the vitamin C requirements by 30%. ഇവിടെ നിന്നാണ് കിട്ടിയ എല്ലാവർക്കും? നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫിസിക്കൽ ഇഫക്ട്സ് ഓഫ് സ്കർവി. സ്കർവിയുടെ ഫിസിക്കൽ ഇഫക്ട്സ് എവിടെ പറയുന്നുണ്ട്? ടെക്സ്റ്റ് സിയില് നമുക്ക് ആ ഒരു സെക്കൻഡ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? അഡൾട്ട് ഫീൽ ടയേർഡ്, വീക്ക് ആൻഡ് ഇറിറ്റബിൾ. ദേ മേ ലോസ് വെയിറ്റ് ആൻഡ് ഹാവ് വേഗ് മസിൽസ് ആൻഡ് ജോയിന്റ് ഏക്സ്. അപ്പൊ അതാണ് ആ സ്കർവിയുടെ ഫിസിക്കൽ ഇഫക്ട്സ്. കിട്ടിയായിരുന്നു എല്ലാവർക്കും? Next one, third, test that can be conducted to check for scurvy. ഡയഗ്നോസ് അല്ലെങ്കിൽ എക്സാമിനേഷൻ ഒക്കെ പറഞ്ഞിരിക്കുന്നത് ടെക്സ്റ്റ് സി തന്നെയാണ്. ടെക്സ്റ്റ് സിയില് സെക്കൻഡ് സബ്ഹെഡിന് പറഞ്ഞിട്ടുണ്ട് എക്സാമിനേഷൻ. അവിടെ പറയുന്നുണ്ട്, ഓൾദോ നോ കോൺസ്റ്റന്റ് ഓർഡർ ഓർ presenting signs is established, the earliest signs of scurvy are often gingival abnormalities and a comprehensive examination of the mouth when scurvy is recommended in patient presenting relatively early. അവിടെ നമുക്ക് ചിൽഡ്രൻസ് എക്സ്റേ പറയുന്നുണ്ട്. പിന്നെ വൈറ്റമിൻ സി ബ്ലഡ് ലെവൽസ് മോണിറ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് ആ ടെസ്റ്റ് എടുക്കാം. ഓക്കെ അല്ലേ? ഫോർ, അഡിക്വേറ്റ് ഇൻടേക്ക് ഓഫ് ടോട്ടൽ വൈറ്റമിൻ സി ഈച്ച് ഡേ. അവിടെയാണോ അഡിക്കേറ്റ് ഇൻടേക്ക്? കോളത്തിനകത്ത് ടാബ്ലറ്റ് കോളത്തിലെ സെക്കൻഡ് കോളത്തിൽ അഡിക്കേറ്റ് ഇൻടേക്ക് ഓർ ഓൾ മില്ലിഗ്രാംസ് പെർ ഡേ. ടെക്സ്റ്റ് ആ ഒരു ബിയില് നമുക്ക് ആ ഒരു സെക്കൻഡ് കോളത്തിൽ പറയുന്നുണ്ട്, അഡിക്വേറ്റ് ഇൻടേക്ക് ഓർ AI മില്ലിഗ്രാംസ് പെർ ഡേ. അപ്പൊ 0 to 6 month ഓൾഡ് ബേബിക്ക് ആണെങ്കിൽ 40 ആണ് പെർ ഡേ. 7 to 12 months ആണെങ്കിൽ 50 ആണ്. അങ്ങനെ ഓരോ ഏജ് ബേസ് ചെയ്ത് അവിടെ പറഞ്ഞിട്ടുണ്ട്. കിട്ടിയായിരുന്നു എല്ലാവർക്കും? 5, the effects of taking high doses of vitamin C. അപ്പൊ വൈറ്റമിൻ സി ഹൈ ഡോസിൽ എടുക്കുന്നതിന്റെ ഇഫക്ട്സ് നമുക്ക് ടെക്സ്റ്റ് ഡി ഹെഡിങ് തന്നെ പറയുന്നുണ്ട് അല്ലേ? Vitamin C excess and toxicity. High doses of vitamin C are usually not toxic to healthy adult. Occasionally, higher doses cause nausea or diarrhea and interfere with the interpretation of some blood test result. ഇവിടുന്ന് ആ ഒരു ആൻസർ എടുക്കാം. താഴെയും പറയുന്നുണ്ട് ഏതൊക്കെ കണ്ടീഷൻസ്, ആത്രോസ്ക്ലിറോസിസ്, ക്യാൻസർ, ലങ് ഡിസീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ആൻസർ എടുക്കാം. ടെക്സ്റ്റ് ഡിയിലെ ഹെഡിങ് എന്ന് തന്നെ. Then 6, conditions that increase a person's need for vitamin C. Vitamin C need
ഇൻക്രീസ് ആക്കുന്ന കണ്ടീഷൻസ് അത് പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റ് എയുടെ തേർഡ് പാരഗ്രാഫിന്റെ ഫസ്റ്റ് ലൈൻ. തേർഡ് പാരഗ്രാഫിൽ അത് ബുള്ളറ്റ്സിൽ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. The following തൊട്ട് മുമ്പുള്ള conditions ഭാഗം. can significantly increase the body requirements for vitamin C. ഈ താഴെ പറയുന്ന കണ്ടീഷൻസ് വൈറ്റമിൻ സിയുടെ റിക്വയർമെന്റ്സ് ബോഡിയിൽ ഇൻക്രീസ് ആക്കുന്നുണ്ട്. ആൻഡ് റിസ്ക് ഓഫ് വൈറ്റമിൻ സി ഡെഫിഷ്യൻസി. അപ്പൊ അതുമൂലം വൈറ്റമിൻ സി ഡെഫിഷ്യൻസി റിസ്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ കണ്ടീഷൻസ് ആണ്? പ്രഗ്നൻസി, ബ്രസ്റ്റ് ഫീഡിംഗ്, ഡിസോർഡർ ദാറ്റ് കോസ് ഹൈ ഫീവർ ഓർ ഇൻഫ്ലമേഷൻ, ഡയറിയ ദാറ്റ് ലാസ്റ്റ് എ ലോങ് ടൈം, സർജറി, ബേൺ, സ്മോക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പാട്ടുന്ന. ഓക്കെ ആണല്ലോ എല്ലാവർക്കും അത്? Yes, ma'am. 7. About recovery time for a patient suffering from scurvy. Text C. ടെക്സ്റ്റ് സിയില് ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട് ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് സെക്കൻഡ് ലൈൻ പാരഗ്രാഫ് ആയിട്ട്. ഇൻ സ്കർവി റാപ്പിഡ് ഡോസസ് ഓഫ് അബ്സോർബിക് ആസിഡ് റീസ്റ്റോർ ദ ഫങ്ഷൻസ് ഓഫ് വൈറ്റമിൻ സി in a few days. The symptoms and signs usually disappear over 1 to 2 weeks. Then doubt undo 1 to 7 le? Illa madam. 8. Scurvy take only a answer. Scurvy take only a deficiency to develop dash. Few month. എല്ലാത്തിലും ആൻസർ എന്ന് വന്നിട്ടുണ്ട്. ആൻസർ എന്ന് കിടക്കും ക്വസ്റ്റ്യനില്. നമുക്ക് ടെക്സ്റ്റ് സിയിൽ ആൻസർ ഫ്യൂ മന്ത്സ് ആണ്. ടെക്സ്റ്റ് സിയില് ഫസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട് ദ സിംറ്റംസ് ഓഫ് സ്കർവി ഡെവലപ്പ് ഓൺലി ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ് ഓഫ് ഡെഫിഷ്യൻസി. കണ്ടോ അത്? ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ് എഴുതിയല്ലോ. ആഫ്റ്റർ 2 months എഴുതാം കേട്ടോ. കുഴപ്പമില്ലല്ലോ. ഇല്ല. 9. In infants and children and anemia may be present. In infants and children, dash and anemia may be present. Bleeding. Bleeding. നമുക്ക് ടെക്സ്റ്റ് സി തന്നെയാണ്. ആ എക്സാമിനേഷന് മുന്നേ ഉള്ള പാരഗ്രാഫിൽ പറയുന്നുണ്ട് അല്ലേ? Infants may be irritable, have pain when they move, lose their appetite. Infants do not gain weight as they normally do. Infants and children, bone growth is impaired. Bleeding and anemia may occur. കിട്ടിയാർക്കും? കിട്ടിയായിരുന്നു. 10. Incomplete review of dietary history frequently result in diagnosis being dash. Delayed. അത് ഓപ്പൺ Delayed. ഓപ്പൺ ഡിലൈഡ് എഴുതാൻ പറ്റൂലേ? Often delayed എന്നോ? Often. ടെക്സ്റ്റ് അല്ലേ? ഫസ്റ്റ് പാരഗ്രാഫില് diagnosis is often delayed due to incomplete review of dietary history. Dietary history frequently പറയുന്നില്ലേ പകരം? often പകരം frequently പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 7. RDA sufficiently meet the vitamin C requirements in dash of patients. 97% to 98%. കിട്ടിയോ? Yes, ma'am. നെക്സ്റ്റ് ബിയില് ആ ടാബുലർ കോളത്തിന് സെക്കൻഡ് ലൈനായിട്ട് പറയുന്നത് താഴെ RDA meets the need of 97% to 98% of individuals. എത്ര ഉണ്ടെങ്കിൽ കാണുന്നുണ്ടോ? 75% of vitamin C daily is recommended for women who are dash. Not pregnant. അത് ടാബ്ലർ കോളത്തിനകത്ത് ടെക്സ്റ്റ് ബിയിലെ ടാബ്ലർ കോളത്തിന് 45ന്റെ തൊട്ട് താഴത്തെ നോട്ട് പ്രഗ്നന്റ് 65. അല്ല അവിടെയല്ലേ? തന്നെയാണോ? ആൻസർ എന്തായിരുന്നു? നോട്ട് പ്രഗ്നന്റ് 75. അത് നോട്ട് പ്രഗ്നന്റ്. അതായത് ടാബ്ലർ കോളത്തിന് സെക്കൻഡ് കോളത്തിൽ 75, അതിന്റെ നേരെയായിട്ട് നോട്ട് പ്രഗ്നന്റ് 65 എന്ന് കൊടുത്തിട്ടുണ്ട്. അതെ, നമുക്ക് ടെക്സ്റ്റ് സിയിൽ ബിയില് ടാബ്ലർ കോളത്തില് ലാസ്റ്റ് സെക്കൻഡ് കോളം 14 to 18 years എന്ന കോളത്തില്
അവിടെ അഡിക്വേറ്റ് ഇൻടേക്ക് ഓർ AI എന്ന കോളത്തില് നോട്ട് പ്രഗ്നന്റ് അവിടെ 65 പറയുന്നുണ്ട്. സോറി അതിന്റെ തൊട്ട് താഴത്തെ പാരഗ്രാഫിൽ അല്ലേ? ആ നോട്ട് പ്രഗ്നന്റ് 75 ഒരു ലാസ്റ്റ് കോളത്തില് കണ്ടോ അത്? അതിനകത്തുനിന്ന് 19 ഇയേഴ്സ് ആൻഡ് ഓൾഡർ. കേട്ടില്ലടാ ഉറക്കെ പറഞ്ഞേ. 19 ഇയേഴ്സ് ആൻഡ് ഓൾഡർ ആയതുകൊണ്ടല്ലേ അതിൽ നിന്ന് തന്നെ എടുക്കണ്ടേ? മറ്റേത് അല്ല മേലിൽ പറഞ്ഞേക്കുന്നത് എത്രയാണ്? 65 അല്ലേ? ഇവിടെ 75 അല്ലേ ചോദിച്ചേക്കുന്നത്? 75 പറയുന്നത് ഈ നോൺ പ്രഗ്നന്റിലല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ഞാൻ എടുത്തത് മണ്ടയ്ക്കുന്നായിരുന്നു, സോറി. പിന്നെ നമുക്ക് 14 to 18 ഇയേഴ്സിൽ പറയുന്നുണ്ട് 75. അത് ആർക്കാണ്? സ്മോക്കറിനാണ്. നമുക്കിവിടെ ഡയറക്റ്റ് Smoker, ആയിട്ട് അതെ, അതെ. വുമൺ എന്ന് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ. നോട്ട് പ്രഗ്നന്റ് എടുക്കാം കേട്ടോ. 13. It takes only a few days worth of dash for the normal functions of vitamin C to return. അസോർബിക് ആസിഡ്. അബ്സോർബിക് ആസിഡ് നമുക്ക് ടെക്സ്റ്റ് സിയിൽ ലാസ്റ്റ് പാരഗ്രാഫിലായിട്ട് പറയുന്നുണ്ട്. ഫോർ സ്കർവി ഇൻ അഡൾട്ട് absorbic acid 100 to 500 mg orally twice daily must be given for 1 to 2 weeks. ഇച്ചിരി കൺഫ്യൂഷൻ ആയിരുന്നു, കാരണം ഇതിൽ ടൈം പോയി. ME വൈറ്റമിൻ സി അത് മനസ്സിലായില്ലായിരുന്നു. നമുക്ക് ഇവിടെ എന്ത് ചോദിച്ചിരിക്കുന്നത്? It takes only a few days worth dash of the normal functions of vitamin C to return. അപ്പോ ഈ വൈറ്റമിൻ സി റിട്ടേൺ ആവാനായിട്ട് കുറച്ച് ഡേയ്സ് എടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് സിയില് ആ ട്രീറ്റ്മെന്റ്സിൽ പറയുന്നുണ്ട്. ഫോർ സ്കർവി ഇൻ അഡൾട്ട് അബ്സോർബിക് ആസിഡ് 100 to 500 mg orally twice daily must be given for 1 to 2 weeks. The symptoms disappear followed by the nutritious diet supplying 1 to 2 times the daily recommended intake of fruits and vegetables. ഇവിടെ നിന്നാണ് ആൻസർ വരുന്നത്. താഴെ മാം എന്തുവാണ് കേട്ടില്ല? scurvy, therapeutic doses of ascorbic acid restore the functions of vitamin C in a few days. അപ്പൊ അതിനകത്ത് അതാടാ പാരഗ്രാഫ് അതാട്ടോ. ഞാൻ വായിച്ച പാരഗ്രാഫ് മാറിപ്പോയതാണ്. അത് ഞാനും ഒന്നുകൂടിയൊക്കെ വായിച്ചു നോക്കിയത്. അതെ അതെ ലാസ്റ്റ് പാരഗ്രാഫ് തന്നെയാണ്. ഇൻ സ്കർവി therapeutic doses of ascorbic acid restore the functions of vitamin C in a few days. അതെ ലാസ്റ്റ് പാരഗ്രാഫില് ഫസ്റ്റ് ലൈനില് ഞാൻ ആ സ്കർവി കണ്ടോണ്ട് മുകളിലോട്ട് വായിച്ചാണ്. എനിക്ക് മനസ്സിലായില്ല എങ്ങനെ ആൻസർ വന്നു എന്ന്. ഓക്കെ കണ്ടോ എല്ലാരും? താങ്ക് യു. ഞാനത് ഫ്യൂ ഡേയ്സ് ഓഫ് വന്നപ്പോ തെറാപ്യൂട്ടിക് ഡോസസ് ഓഫ് ആൻസർ എടുത്ത്. ഓ ഫ്യൂ തെറാപ്യൂട്ടിക് ഡോസസ് എന്നോ? ഞാനും അങ്ങനെ എഴുതി. It takes only few days worth of dash for the normal functions of vitamin C. ആൻസർ അബ്സോർബിക് ആസിഡ് ആണല്ലേ? ഭയങ്കര ആസ്കോർബിക് ആസിഡ് എഴുതി, പക്ഷെ കൺഫ്യൂഷൻ മാറ്റി തെറാപ്യൂട്ടിക് ഡോസസ് ആക്കി. It will take only a few days worth of dash for the functions of vitamin C to return. Doses of therapeutic doses of normal function അല്ല. ascorbic acidന്റെ ഫങ്ഷൻസ് എന്നല്ലേ പറയാൻ പറ്റൂ നമുക്ക്? തെറാപ്യൂട്ടിക് ഡോസിന്റെ നോർമൽ ഫങ്ഷൻ എന്ന് പറയാൻ പറ്റുമോ? അവിടെ അബ്സോർബിക് ആസിഡ് റീസ്റ്റോർ ദ ഫങ്ഷൻസ് എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് അബ്സോർബിക് ആസിഡ് എഴുതാൻ പറ്റും കേട്ടോ. അത് കൺഫ്യൂസിങ് ആയിപ്പോയി. അതെ അതെ. ഇനി ഡൗട്ട് ഉണ്ടോ 13 വരെ? ഇല്ല മാഡം. 14. What is frequently seen as an early indication of scurvy? Gingival abnormalities. സിയിൽ പറയുന്നുണ്ട് എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുള്ള ലൈനിലായിട്ട്. Although no constant order of pressing signs is established, the earliest signs of scurvy are often gingival abnormalities. കണ്ടോ? Yes ma'am. Next, what can occur in the gum, joint and under the skin of a patient with scurvy? Bleeding. അത് നമുക്ക് ടെക്സ്റ്റ് ചെയ്യുന്നതാണ്. ആ ഒരു തേർഡ് പാരഗ്രാഫ് ആയിട്ട് പറയുന്നുണ്ട്. ബ്ലീഡിംഗ് മേ ഒക്കർ അണ്ടർ ദ സ്കിൻ, particularly around the hair follicles or as bruises around the gum and into the joints. കണ്ടോ? Yes. Yes ma'am.
16. How many extra milligrams each day of vitamin C does a smoker require? സ്മോക്കർക്ക് എത്ര വേണമെന്ന് പറയുന്നുണ്ട്? ആഡ് 35 ആണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് Yes, ma'am. Yes, ma'am. ടെക്സ്റ്റ് ഡിയില് ടെക്സ്റ്റ് ബിയിൽ പറയുന്നുണ്ട്. ലാസ്റ്റ് കോളത്തില് അല്ലെ, സെക്കൻഡ് ലാസ്റ്റ് കോളത്തിലും ലാസ്റ്റ് കോളത്തിലും പറയുന്നുണ്ട് സ്മോക്കർ ആണെങ്കിൽ അവിടെ എക്സ്ട്രാ 35 ആഡ് ചെയ്യണമെന്ന്. കണ്ടോ? Yes. 17. What increases the need for vitamin C by 30%? Smoking. Okay. നെക്സ്റ്റ് എയില് ലാസ്റ്റ് ബുള്ളറ്റിനിൽ പറയുന്നുണ്ട് അല്ലെ, സ്മോക്കിംഗ് ഇൻക്രീസസ് ദ വൈറ്റമിൻ സി റിക്വയർമെന്റ്സ് ബൈ 30%. 18. What is the maximum amount of vitamin C per day that should be given into infants? എത്ര കൊടുക്കണമെന്ന് പറയുന്നുണ്ട്? Not determined. നോട്ട് ഡിറ്റർമൈൻഡ്. നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റ് ബിയില് ആ ഒരു ഹെഡിങ്, കോളത്തിന്റെ ഹെഡിങ് നോക്ക്, ടോളറബിൾ അപ്പർ ഇൻടേക്ക് ലെവൽ പെർ മില്ലിഗ്രാംസ് എന്ന് പറയുന്നുണ്ട്. ടോളറബിൾ മീൻസ് എന്താണ്? ഹയസ്റ്റ് അല്ലെങ്കിൽ മാക്സിമം ഇൻടേക്ക് ലെവൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇൻഫാൻസ് 0 to 6 months കാര്യത്തില് ഡിറ്റർമൈൻ ചെയ്തിട്ടില്ല. കണ്ടോ? 19. What do high levels of vitamin C protect the cells from? ആൻസർ പറയോ? അത് ഡാമേജ് ബൈ ഫ്രീ റാഡിക്കൽസ്. ഡാമേജ് ബൈ ഫ്രീ റാഡിക്കൽസ് അല്ലെ. ലൊക്കേറ്റ് ചെയ്യാൻ നമുക്ക് ടെക്സ്റ്റ് സിയിൽ പറയുന്നുണ്ട്. ടെക്സ്റ്റ് സിയിൽ അല്ല ഡിയില്, ടെക്സ്റ്റ് ഡിയില് സെക്കൻഡ് പാരഗ്രാഫില് സം പീപ്പിൾ ടേക്കിംഗ് ഹൈ ഡോസ് ഓഫ് വൈറ്റമിൻ സി ബിക്കോസ് ഇറ്റ് ഈസ് എൻ ആന്റി ഓക്സിഡന്റ്. അപ്പോ ഇത് ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് ഹൈ ഡോസസ് ഓഫ് വൈറ്റമിൻ സി കുറച്ച് ആൾക്കാർ എടുക്കും. വിച്ച് പ്രൊട്ടക്ട് ദ സെൽസ് അഗൈൻസ്റ്റ് ഡാമേജ് ബൈ ഫ്രീ റാഡിക്കൽസ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഡാമേജ് ആവുന്നതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. ആൻസർ എടുക്കാം. ഫ്രീ റാഡിക്കൽസ്. കിട്ടിയോ നിങ്ങക്ക്? ഡാമേജ് അല്ല, എന്താ ക്വസ്റ്റ്യൻ? വാട്ട് ഡു ഹൈ ലെവൽസ് ഓഫ് വൈറ്റമിൻ സി പ്രൊട്ടക്ട് സെൽസ് ഫ്രം? ഇത് എന്താ സെൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതല്ലേ? എന്ത് സെൽസിനെ? അങ്ങനെയല്ലേ? ഡാമേജ് ബൈ ഫ്രീ റാഡിക്കൽസ്. വാട്ട് ഡു ഹൈ ലെവൽസ് ഓഫ് വൈറ്റമിൻ സി പ്രൊട്ടക്ട് സെൽസ് ഫ്രം? സെൽഫ് എങ്ങനെ എന്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഡാമേജ് ബൈ ഫ്രീ റാഡിക്കൽസ് എഴുതാമേ. ഡാമേജ് അതുമൂലമുള്ള ഡാമേജ് എന്നല്ലേ പ്രൊട്ടക്ട് ചെയ്യുന്നത്? അപ്പൊ ഡാമേജ് levels of vitamin C protect the cells from cells against ഡാമേജ് ബൈ ഫ്രീ റാഡിക്കൽസ് എഴുതണ്ടേ? വേണ്ടേ? വേണം. ഫ്രീ റാഡിക്കൽസ് എന്നല്ലല്ലോ അതിനുള്ള ഡാമേജ് ബൈ ഫ്രീ റാഡിക്കൽസ് എഴുതാം. ഫ്രീ റാഡിക്കൽസ് മൂലം ഉണ്ടാകുന്ന ഡാമേജിൽ നിന്നാണ് സെൽസിനെ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ ഇത്? Yes, ma'am. 20. Which condition is most likely to benefit from higher levels of vitamin C? Cataracts. Text D തന്നെയാണ്. Evidence of protective effect against cataract is strongest. ഇവിടെ സ്ട്രോങ്സ്റ്റ് എന്ന് പറഞ്ഞേക്കുന്നതാണ് അവിടെ ഹയർ ലെവൽസ് പറഞ്ഞേക്കുന്നത്.